എന്ന് പറയുന്നത് കറാൻകുട്ടിയാണ് വയറ്റി കിടക്കണേന്ന്. മോളെ വേണ്ടെങ്കിൽ മോളയിലുള്ള ചോരയെ നോക്കല് തള്ളേ, നാണമില്ലാത്ത തള്ളേ. എന്റെ മുതലെല്ലാം തിരിച്ചതാ. തള്ള 40 പവൻ ഇട്ടെന്ന് 25 പവനെ ഇട്ടോളൂ. അതിലും തള്ള കള്ളം. എനിക്ക് ഉമ്മയെ പണ്ടേ ഇഷ്ടമല്ല. ഉമ്മനെ കുറ്റമല്ല പറയുന്നത്, എനിക്കിഷ്ടമല്ല. എന്റെ കണ്ണിൽ കാണാത്ത കാഴ്ച കണ്ടു. എന്റെ മോളെ എങ്ങനെ വളർത്തും? എന്റെ മോളെ എങ്ങനെ വളർത്തും? ഞാൻ എന്നിട്ട് എന്റെ മോളൊന്നും പറഞ്ഞില്ല കേട്ടാ. അവരടുത്ത് പറഞ്ഞെന്നേ, ഞാൻ തൊട്ടിലിന്റെ കയറിൽ കെട്ടിത്തൂക്കിയെന്ന്. ഷെറിൻ ഇന്റർനാഷണൽ സ്കൂളില് ടോപ്പ് ലെവലിൽ ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അടിച്ചിട്ടുണ്ട്, ചെറിയ കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ അടിച്ചിട്ടുണ്ട്. എന്റെ മുത്തുമോന്റെ കയ്യിൽ ഒരു അടയാളവും ഇല്ല. ഇവര് ഈ 3 മക്കളെ കൊണ്ട് പഞ്ചായത്തിൽ പോയി. മുത്തുമോനെ, മുത്തു ഇങ്ങോട്ട് വാ. മിച്ചുമോനെ, ഇവര് കള്ളയില്ലാത്ത മക്കളല്ലേ. എനിക്കാണെങ്കിൽ ഒന്നും അറിഞ്ഞൂടാ. നിങ്ങളാ ഞാൻ എപ്പോഴെങ്കിലും കയറിന് കെട്ടി തൂക്കേ ചാർജറിന് അടിക്കുകയും ചെയ്തിട്ടുണ്ടോ മക്കളെ? എന്റെ മുത്തുമോ എന്നിൽ നിന്ന് പോയിട്ട് തിരികെ വന്നവനാണ് അല്ലേക്കാ. ഒരു സമയത്ത് മസറൂറ നിനക്ക് വേണ്ടിട്ടാണ് ഞാൻ ജീവിച്ച. എനിക്ക് മോളായോണ്ട് ഒരു ആലോചന വരൂലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഒറ്റപ്പെട്ടു പോയി. എന്നെ ചേർത്ത് പിടിച്ചില്ല. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നെജിലയുടെ ജീവിതത്തിൽ വീണ്ടും പ്രശ്നത്തിന്റെ പുറത്ത് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നെജിലയുടെ മകളായ മസ്റൂറ പഞ്ചായത്തിൽ പോയി പരാതി കൊടുക്കുകയും, അതായത് നെജില തന്നെ നിരന്തരം ഉപദ്രവിക്കുകയും തലകീഴായി കെട്ടിത്തൂക്കുകയും ഒക്കെ ചെയ്തു എന്നും പറഞ്ഞിട്ട് നെജിലയുടെ മകൾ കൊണ്ടുപോയി പരാതി കൊടുക്കുകയും, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവര് വന്ന് പഞ്ചായത്തിൽ നിന്നും ഒക്കെ ആൾക്കാർ വന്നിട്ട് നെജിലയിൽ നിന്നും മകളെ വാങ്ങി നെജിലയുടെ ഉമ്മയെ അവളുടെ സംരക്ഷണം ഏൽപ്പിക്കുകയും ചെയ്തു. നെജിലയുടെ ഹസ്ബൻഡ്, അതായത് ആദ്യ ഭർത്താവ് വന്ന് മകളെ ഏറ്റെടുത്ത് അവളെ ആണെങ്കിൽ നെജിലയുടെ ഉമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇതിൽ മനംനൊന്ത് നെജില ഭയങ്കരമായ ബഹളം നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാ പ്രശ്നം നെജില 4ാമത് വിവാഹം കഴിച്ചത് തന്നെയാണ് പ്രശ്നം. നീങ്ങി കയറ്, ഇതിനൊക്കെ വകുപ്പുകളില്ലേ? കാര്യമായിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ ആർക്കും അങ്ങനെ കൊണ്ടുവന്ന് പോകാൻ പറ്റൂല. ഒരാൾക്കും കൊണ്ടുപോകാൻ പറ്റൂല. ഇത്രയും കാലം അവര് കുറയ്ക്കുന്നവര്. കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റൂല. അവിടെ ആരും കൊച്ചിനെ കൊണ്ടുപോകണമെങ്കിൽ ഞാനിവിടെ ഉണ്ട്. ഇത്രയും കാലം ആരും ഇല്ലായിരുന്നു. മിണ്ടരുത് നിങ്ങളെ ഒറ്റൊരുത്തിയാണ് ഈ ലൈഫ് മൊത്തം പുറന്തോണ്ടിയത്. കണ്ടോന്നല്ല, നിൽക്കാൻ കഴിഞ്ഞാലല്ല. എവനാണിത് മൊത്തം പ്രശ്നം ഉണ്ടാക്കുന്നത്? കൊച്ചിനെ സ്കൂളിൽ രാവിലെ കൊണ്ടുപോകാൻ നിന്നാണ് സ്കൂളില്. പഴയ കാലഘട്ടം ഒന്നും ഉണ്ടായിരുന്ന ആരും ഇല്ലാത്തൊരു കാലഘട്ടം. എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലേ ഷാഹിദാക്ക് നീറൂല, ജമാലിന് നീറൂല, എനിക്കേ നീറൂ. എന്റെ പെറ്റ വയറിന്ന് വന്നതാണ് അവള്. മരിച്ച ഒരു കൊച്ചിന് ശേഷം കിട്ടിയതാണ് അവളാ. കാക്കയ്ക്കും പൂച്ചയ്ക്കും അന്ന് കൊല്ലാമായിരുന്നു. അന്ന് എനിക്ക് എന്നാ കൊല്ലാമായിരുന്നു. തള്ളേനെ എന്തെന്നാ പബ്ലിക്കിൽ പറയണത്? തള്ള കാരണമാണ് എന്റെ പബ്ലിക്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ എന്റെ ലൈഫ് വന്നത്. നെജിലയുടെ 4ാം വിവാഹം അന്നേ വീട്ടുകാരെല്ലാവരും എതിർത്തതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വിവാഹങ്ങളും അവൾക്ക് നഷ്ടപ്പെട്ടു. അതിലൊന്നും അവളെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തയ്യാറായില്ല. അപ്പൊ ആ ഒരു ജീവിതമേ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് 4ാമതൊരു ജീവിതവും കൂടി വന്ന് ഒരു കുഞ്ഞും കൂടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവളുടെ ജീവിതം എന്താവും എന്നുള്ളൊരു ആശങ്കയിലാണ് ആ വീട്ടുകാർ അന്ന് അത് എതിർത്തത്. പക്ഷെ അതൊന്നും വകവെക്കാതെ നെജിലയുടെ ഇഷ്ടത്തിനാണ് ആ കല്യാണം നടത്തിയത്. എന്നാൽ അതായത് ഷാന്
നാലാം ഹസ്ബൻഡ് മദ്യപാനിയാണ്. ആ മദ്യപിച്ചിട്ട് വന്നിട്ട് ഈ കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ, അല്ലെ ഈ കുട്ടികളെ എന്തെങ്കിലും ചെയ്യുവോ എന്നൊക്കെയുള്ള ഒരു ഭയപ്പാട് ആ ഉമ്മായിക്കും ആ എല്ലാവർക്കും ഉണ്ടായി. അപ്പൊ ഈ കുട്ടി ഇപ്പൊ ചെന്ന് ഇങ്ങനെയൊക്കെ പരാതിയും കൂടെ പറയുമ്പോൾ, അതായത് അവളെ ഉപദ്രവിക്കുന്നുണ്ട് എന്നും കൂടിയൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഓരോ വാപ്പയും കേട്ടുകൊണ്ടിരിക്കത്തില്ല. എത്ര ബന്ധം ഒഴിഞ്ഞു എന്ന് പറഞ്ഞാലും അവളുടെ വാപ്പ വന്ന് അവളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നെജിലയുടെ ഉമ്മയെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്റെ വയറ്റിൽ കിടക്കണ കൊച്ചു ഹറാൻകുട്ടിയാണ്, പറയണേണ് തള്ള ഇന്നും പിഴയാണ്, കറി കറിച്ച് തുപ്പണണ്ട. അപ്പൊ വയറ്റിൽ കിടക്കണം എടുത്തോട്ട് മസറൂറായ എടുത്തോട്ട് വാപ്പാരടുത്ത് ഒരു കാര്യമേ പറയുന്നത്, നിങ്ങളുടെ ഭാര്യന്റെ വാപ്പ നിങ്ങൾക്ക് ചൊന്നോടിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. വാപ്പാക്ക് അറിയാം ഉമ്മ ചെയ്ത തെറ്റെന്താണെന്ന്. എനിക്ക് എല്ലാം അറിയാം. ഞാൻ ചോദ്യം ചെയ്തു, ഞാനൊരു പെണ്ണായതുകൊണ്ട് ഞാൻ ചോദ്യം ചെയ്തു. എന്റെ ആൺകൊച്ചുങ്ങൾ രണ്ടും സഹോദരങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല. എല്ലാം എടുത്തോട്ട് വളർത്തിക്കോട്ട്. പക്ഷെ അവക്കെന്നെ വേണ്ട. എന്തെങ്കിലും ഒരു സമയത്ത് ദുഃഖിക്കുമല്ലേ. നിങ്ങൾ ഒരു കാര്യമുണ്ട്, ഈ യൂട്യൂബിൽ പഴയ വീഡിയോകൾ നോക്കിയാണ് എന്റെ മക്കളും ഞാനും ഉള്ളൊരു കാലം. എന്റെ മോക്ക് അടിയിലിടാൻ ഒരു നിക്കർ പോലും ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. ഞാൻ ഓരോരുത്തടുത്ത് കരഞ്ഞു വിളിക്കും, വല്ലോ തരോ എന്ന് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. മസറൂറ കാരണം അവളെന്റെ സ്വപ്നമായിരുന്നു, എന്റെ മോഹമായിരുന്നു, എന്റെ എല്ലാമായിരുന്നു അവള്. പക്ഷെ എന്റെ ഉമ്മ ഉണ്ടല്ല, 10 മടക്കി കൊത്തണ പാമ്പാണ്. ഇന്ന് ഞാന് തയ്യൽ ക്ഷേമനിധിന്ന് ലോൺ എടുത്തു കൊടുത്ത്, പാർട്ടി ലെവലിൽ ലോൺ എടുത്തു കൊടുത്ത്, 5.5 പവന്റെ സ്വർണ്ണം ഇപ്പൊ കൊടുത്ത്, 5.5 പവന്റെ സ്വർണ്ണമാണ്, കട്ടി സ്വർണ്ണങ്ങള്. പിന്നെ ജപ്തിയാവുന്ന ഘട്ടമായി കിടക്കാണ് എന്റെ വീട്. 2012 ലോൺ വെച്ചതാണ്. എനിക്ക് സനോഫറിന്റെ റഹീമിന്റെ കൂടെ ജീവിച്ചപ്പോ ഒരു സമാധാനം തന്നിട്ടില്ല, സനോഫറിന്റെ കൂടെ ജീവിച്ചപ്പോ ഒരു സമാധാനം തന്നിട്ടില്ല. ഷംസൂനെ വിളിക്കണേണ്, എടാ പട്ടിയെ കേട്ടാ, എത്ര വട്ടം പറയും നജിയെ ഞാൻ നിന്നെ അല്ലേടി കെട്ടിയിട്ടുള്ളതെന്ന്. ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് സമാധാനം. ഇപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഒരു ഭർത്താവിനെ എടുത്ത് ഹെൽമറ്റ് വെച്ച് കൈ അടിച്ചില്ലേക്കാ. മകള് പോയ വിഷമത്തിൽ മനന്നൊന്നിരിക്കുകയാണ് നെജില. പിന്നെ ഉമ്മായ പബ്ലിക്കിൽ വന്നിട്ട് പല പല കാര്യങ്ങളും ഉമ്മായെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും സ്വന്തം പെറ്റുമ്മയാണ്. ഒരിക്കലും പബ്ലിക്കിൽ വന്നിട്ട് ഈ പറയുന്നതിനോട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ കഴിയത്തില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഉമ്മമാരുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരെ പേഴ്സണലായിട്ട് പറയുക, അല്ലാതെ പബ്ലിക്കിൽ വന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ അവരെ നാണം കെടുത്തുക എന്നത് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. അവള് മകള് പോയ വിഷമത്തിലായിരിക്കാം ഇതൊക്കെ പറയുന്നത്. എന്നാലും സ്വന്തം തള്ളെ ഇങ്ങനെയൊക്കെ പറയുക എന്നൊക്കെ പറയുമ്പം അതൊരു വിഷമം തന്നെയാണ്. പിന്നെ കുട്ടിയുടെ സേഫ്റ്റി നോക്കിയിട്ടാണ് ആ ഉമ്മായി ഏൽപ്പിച്ചിരിക്കുന്നത്. അവൾ എവിടെയാണെങ്കിലും അവള് നല്ല സേഫായിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് വളരട്ടെ എന്ന് പറയുന്നത്. കറാൻകുട്ടിയാണ് വയറ്റിൽ കിടക്കണേന്ന്. മോളെ വേണ്ടെങ്കിൽ മോളയിലുള്ള ചോരയെ നോക്കല് തള്ളേ, നാണമില്ലാത്ത തള്ളേ. എന്റെ മുതലെല്ലാം തിരിച്ചതാ. തള്ള 40 പവൻ ഇട്ടെന്ന് 25 പവനെ ഇട്ടോളൂ. അതിലും തള്ള കള്ളം. തള്ളേനെ കുറ്റം പറയാനല്ല, തള്ള ഒറ്റൊരുത്തി കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത്. തള്ള ഒറ്റൊരുത്തി കാരണം, തള്ളേരെ ഒറ്റ ഒരു പ്രവൃത്തി കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത്. എൻ്റെ വാപ്പ പാവവും. തള്ളേ, നിന്റെ 2 ആൺമക്കള് നിങ്ങളെ നോക്കുന്നുണ്ടാ? നിങ്ങളെ 2 ആൺമക്കള് നിങ്ങളെ നോക്കുന്നുണ്ടാ? സ്വന്തം ആൺമക്കളെ മര്യാദയ്ക്ക് പഠിപ്പീര്. നോക്കുന്നുണ്ടാ? നിങ്ങൾ എൻ്റെ അടുത്ത് ഇവിടെ വന്ന് കരഞ്ഞ് കാല് പിടിച്ചതാണ്. നൗഫലും മിസ്സബ് നോക്കുന്നില്ലാന്ന്, വാടക കൊടുക്കുന്നില്ലാന്ന്. നിങ്ങൾ എൻ്റെ ഹാളിൽ വന്നതെന്നാണ് ഇപ്പൊ